രണ്ടാമത്തെ ഗിഫ്റ്റ്. ഹലോ, അപ്പോൾ കുറേ ആയില്ല എന്നെ കണ്ടിട്ട്. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്ന് ഭയങ്കര സ്പെഷ്യലുള്ള ദിവസമായിരുന്നു. റസിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞത് അത് ഫ്ലോപ്പാണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഇന്നലെ രാത്രി കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെ എങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം, വൈകുന്നേരം കേക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് കേക്ക് മേടിക്കണം. ഞാൻ ഓർഡർ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. കേക്കൊക്കെ ഓർഡർ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഹസ്ബൻഡ് അതിൻ്റെ ഇടയിൽ കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2 കേക്ക് എന്തായാലും അവൾക്ക് ഒന്നാമത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്കേ ഓർമ്മ ഉണ്ടായിട്ട് ഈ ഡേറ്റ് ഒന്നും. അപ്പോൾ 2 കേക്ക് വാങ്ങി എന്തായാലും അവൾക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ കേക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് എന്ത് കൊടുക്കുക. ഞാൻ വിചാരിച്ചു സർപ്രൈസ് ആയിട്ട് പിന്നെ സാധനം കൊടുത്ത് അവളെ റിയാക്ഷനൊക്കെ വീഡിയോ എടുത്തിട്ടില്ല ഇടാന്ന്. പക്ഷെ എന്തും നടന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അവൾക്കിങ്ങനെ ഗിഫ്റ്റ്സ് അങ്ങനത്തിനോട് തീരെ താല്പര്യമില്ല. ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത് അങ്ങനത്തിനോട് തീരെ താല്പര്യമില്ല. ഓള് പറഞ്ഞവൾക്ക് നിങ്ങൾ തിന്നാൻ മേടിച്ചു തരാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടമുള്ളത് സംഭവം നമ്മൾ യൂഷ്വലി അത് ഓർഡർ ചെയ്യുന്നത് തന്നെ. അന്നെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഉണ്ടാവും. ഞാൻ കുറേ ഇതാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് മറിക്കോ, കേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാം, അതാകുമ്പോൾ കേക്ക് കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആവുമല്ലോ. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. റസി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് സ്പെഷ്യൽ ടു മീ. കാരണം ഇന്ന് ഞാൻ ഈ ഒരു നിലക്കെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു ഈ ഫിനാൻഷ്യലി സ്റ്റേബിളായെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും എൻ്റെ കയ്യിലൊരു 2000 രൂപയെങ്കിലും എടുക്കാനുണ്ടെങ്കിലില്ലേ, അത് ഈ ഒരാൾ കാരണം മാത്രമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരാളാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ബീങ് നൈസ് ടു മീ. എന്നെ ഇത്രയും കാലം ഇവിടെ കെയർ ചെയ്തത്, എന്നെ ടേക്ക് കെയർ ചെയ്ത് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നിന്നിലോട്ടെന്ന് പറയൂലേ. അവള് ബാത്റൂമിലാണല്ലേ. എനിക്കെന്താ വേണ്ടത് ഒന്നാനെ? അന്നങ്ങ് ചെല്ലുപ്പാ, നമുക്കെന്തെങ്കിലും മേങ്ങ ഇല്ല, പൈസ കളയുന്നില്ല. നീ ചെല്ലേ, നമുക്ക് രാത്രിത്തെ നാസ്ത വേങ്ങ. അന്ന് നമുക്ക് ചായക്കുള്ള കടി വേങ്ങ. എനിക്ക് ഷവർമ്മ ആണോ? ഷവർമ്മ ഞാൻ എന്തായാലും ഓർഡർ ആക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെല്ലേ. ഷവർമ്മയാ? സബാക്ക് എന്ത് വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈസാ? ശേലാനുണ്ടല്ലോ ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എന്നാലും വേറെ എന്തോ നടക്കൂലേ, നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. എന്തെല്ലാം വേണ്ട നീ പറഞ്ഞോ, ഞാൻ നിനക്ക് മെയിൻ തരും. പറഞ്ഞോ, നീ പറഞ്ഞോ റസി, പറഞ്ഞോ. പറഞ്ഞോ, എനിക്കെന്താ വേണ്ടത്? ഒരു പവന് വാങ്ങി മുതലാക്കുന്ന നോക്കല്ല. ഒരുപാട് 1.5 ലക്ഷം പോയി. നമുക്ക് ഈ വീഡിയോ വൈറലായെങ്കിൽ ആ പൈസയില് പാതി പൈസ ഇതിനകത്ത് ഞാൻ മേടിച്ചു തരാം. അവിടെ അത് ചെറുതാക്കിട്ട് കൊണ്ടുപോവാ. ഒരുത്തരോട് ഞാൻ ട്രൈപ്പോഡ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അതുകൊണ്ട് ചെറുതാക്ക്. മതി മതി മതി. ഹാപ്പി ബർത്ത്ഡേ ഉമ്മാണ്. ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല ഉമ്മാക്ക്? ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. നീ പഠിക്കുന്ന ഉമ്മാന്റെ വല്ല ഇതല്ലേ? ഓരോ ബർത്ത്ഡേ ആവുമ്പല്ല ഗിഫ്റ്റ് കൊടുക്കുന്നേ. ഉമ്മാന്റെ ബർത്ത്ഡേക്ക് എന്തില്ല, മൂത്തമ്മക്ക് വരെ ഗിഫ്റ്റ് കൊടുത്തിന്. എന്നിട്ട് സ്വന്തം ഇത്രേ പെറ്റ് പോറ്റ് ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോക്ക് നാണക്കേടുണ്ട്. എനിക്കും നാണക്കേടുണ്ടാ? വിളിച്ചാ മതിയോ? ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആരും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല ഗൈസ്. ഇവിടെ ഞാൻ മാത്രമാണ് റസിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എടാ എനിക്ക് സൗദി ഷവാലത്തെ ഷവായല്ല വേണ്ടേ? നമ്മൾ ഇന്ന് റസി ഓളെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. നല്ല നെയ്യിലെല്ലാം വറുത്ത് കോരിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ വമ്പ് പറയുന്നല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. അതും പിന്നെ മുരിങ്ങ പൊരിച്ചതും ആകുന്നുണ്ടായത് ലഞ്ചിനായിട്ട്. നമ്മൾ അത്ര വലിയ ആക്കിയിട്ടില്ല, പക്ഷെ സൂപ്പറായിരുന്നു സാധനം എന്ന് പറയുന്നത്.
ചില വാങ്ങിട്ട് വാ. ഞാൻ അടുത്ത നിന്റെ ബർത്ത്ഡേ എനിക്ക് എപ്പോന്ന് പോലും അറിയില്ല, ഞാൻ ഉണ്ടാവൂല. പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വാ. സാധനത്തി സാരല്ല, കൊല്ലത്തിലായിരിക്കല്ലേ. അല്ല ഷവായി വേറെ വരുന്നുണ്ട്. ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്. പൗഡർ കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക് ആയിട്ടില്ല. കേക്ക് മുറിക്കുക. ബർത്ത്ഡേന്റെ 2ാമത്തെ കേക്ക്. എന്ത് പറയുന്നു? ഇത് സർപ്രൈസ് ആയില്ലേ? ഇത് ഞാൻ എക്സ്പെക്ട് ആക്കിയിട്ടില്ലല്ലോ ഈ ഒരു കേക്ക്. പക്ഷെ ഇതിൽ റൈറ്റിങ്സ് എഴുതാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും സംഭവം സെറ്റ് ആയിരുന്നു. നമുക്ക് കേക്ക് മുറിക്കാമല്ലോ. കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കാം. റസിന്റെ കേക്ക് മുറിക്കാണ്. അയ്യോ, റസിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമായി. ഞാനിപ്പോ തന്നെ മാത്രം പോരാ, എന്റെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്റെ മാത്രം 2 ഗിഫ്റ്റ് തരണോ? പക്ഷെ റൈറ്റിങ്സ് മാത്രം എഴുതാൻ പറ്റിയില്ല, സാറല്ല. പക്ഷെ എന്നാലും ഇത്രയും ഞാൻ ചെയ്തല്ലോ അല്ലേ? അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനി കേക്ക് മുറിച്ചിട്ട് ഓക്കെ, കേക്ക് മുറിച്ചിട്ട് എന്താ ഷവായി നമുക്ക് തിന്നാടാ. അല്ല, കേക്ക് മുറിച്ചിട്ടു റസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ആൻഡ് കേക്ക് മുറിച്ചോ? നീ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു റസി, ഹാപ്പി ബർത്ത്ഡേ ടു യു. തിന്ന അങ്ക് താരെങ്കിലോ ടോപ്പ് കേക്ക് ട്ടോ. അടിപൊളി കേക്ക് ഇഷ്ടായ ഗൈസ്? ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കേക്ക് തിന്നുന്നത്. അടിപൊളി, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ബർത്ത്ഡേക്ക് മറ്റും മേടിക്കാൻ നോക്കുകയാണെങ്കിൽ, കുറച്ച് ആൾക്കാരുള്ള ബർത്ത്ഡേ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ഈ ഒരു ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത്. സീന് റസിക്ക് നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടുത്തെ ഒരു സംഭവം പറയണ, ഞാൻ ഇങ്ങനെ ഇത് മേങ്ങുമ്പോ ഞാൻ ലോഡഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞേ. പറഞ്ഞ് എന്തിനു പൈസ ചെലവാക്കുന്നത്, എന്തിനിതാക്കുന്നു, പൈസ സേവ് ആക്കുന്നേ. ഞാനാണ് ഏറ്റവും വലിയ വീട്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഞാനാണ്. ഞാൻ അങ്ങനെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഒരാളല്ല. പക്ഷെ തിന്നുന്ന കാര്യത്തിൽ ഞാൻ വാരിക്കോരി ചെലവാക്കും. പക്ഷെ അങ്ങനെ ഇതാക്കല്ല, അതുപോലും തമ്മിക്കുന്നില്ല ഈ സാധനം. എനിക്ക് ഞാൻ കുറച്ച് സത്യങ്ങൾ തുപ്പിട്ട് നീ കുറച്ച് മാർക്ക് ഞാൻ ഇതാക്കട്ടെ. എന്നിട്ട് ഞാൻ ഷവായി ഓർഡർ ചെയ്തേ, സൗദി ഷവായിന്ന്. അത് ഈ എല്ലിൽ വന്ന് സൗദി ഷവായി ഓർഡർ ചെയ്തേ. അപ്പൊ പറഞ്ഞ് ഷവായി ഇല്ലേ, ലോഡഡ് വേണ്ടാന്ന്. അപ്പൊ ഷവായി തിന്നാൻ പറ്റൂലെന്ന്. ഓള് ഒരു ദിവസം ഉണ്ടാക്കിയത് 3 ദിവസം ഞങ്ങൾക്ക് ചൂടാക്കി തരുന്നു. ഒരു ബിരിയാണി വെച്ചെങ്കിൽ 4 ദിവസം ഞങ്ങൾക്ക് ചൂടാക്കി തരുന്നത്. അതോൾക്ക് പ്രശ്നമില്ല. ഇതിന്ന് ബാക്കിയാവും, ആര് തിന്നു ഓൾക്ക് പ്രശ്നം. ഇനി ഭാരം കൂടി ഞാൻ ബാക്കി ഞങ്ങൾക്ക് കുറെ ചെല്ലാനുണ്ട്. നിങ്ങൾ ഒരു മാനിയായിട്ട് വിചാരിക്കുന്നത് എന്തിനാന്തോ അതിരിങ്ങളെ എന്തിനീ ദിവസം ഓർ അറിഞ്ഞത്. നമ്മയില്ലേ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തേ. സത്യം പറയാം, ഞാൻ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ച ഓഫീസിലത്തെ സ്റ്റാഫ് വർഷക്കാരോട് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ സംഭവം. ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞങ്ങൾ ആരും ഇല്ലേ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. അതായത് ഈവൻ എന്റേത് പോലും ഞാൻ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെയാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഇത് ഞാൻ ലാസ്റ്റ് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത്. പിന്നെ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുണ്ടാണ്ടിക്കാൻ ഉമ്മ നീ ഇവിടെ ഇരിക്കേ. 2ാമത്തെ ഗിഫ്റ്റ് എല്ലാ കൊല്ലം ബർത്ത്ഡേ ഒന്നും ഉണ്ടാവില്ലേ? ഇക്കൊല്ലത്തെ ഈ ബർത്ത്ഡേക്ക് മാത്രം ഞാനുള്ളത്. അടുത്ത കൊല്ലം ബർത്ത്ഡേ നമുക്ക് എന്നെ വിളിച്ചൊക്കെ മതി. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്.
മിണ്ടാതിരിക്കുക അല്ലേ? നമുക്ക് കറി തിന്നാനായിട്ട്. സോ ഇപ്പൊ നമ്മള് ജ്യൂസും ഫ്രൈസും മേടിച്ചിട്ടുണ്ട്. അതിനെ സ്വിഗ്ഗിന്ന് ഇപ്പൊ സാധനം കിട്ടിയതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ചീസിന്റെയും ഒന്ന് മെക്സിക്കോന്റെയും. നമുക്ക് ഇതാ ടേസ്റ്റ് നോക്കിട്ട്. ഓഹോ, ഒന്നിത്, സെക്കൻഡ് വൺ ഇത്. നമുക്ക് രണ്ടിനും അൺബോക്സ് ചെയ്യാം. അത് തുറന്നോ. ഫസ്റ്റ് വൺ ഇതാണ്. കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ചീസിന്റെ നോക്ക്. പക്ഷെ ടേസ്റ്റ് മിക്സിക്കോ ആയിരിക്കും ചീസിനകത്ത്. എനിക്ക് ചീസ് ഇഷ്ടമല്ലോ. ഇത് നോക്കാം. ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം ഇനി തിന്നാനൊന്നുമില്ല. ഇനി തിന്നാനുള്ള ഷവായി മാത്രമാണ് ഗൈസ്. ഇതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. ഇത് കാണിച്ചോണാ. ഇത് മെക്സിക്കോ. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ ബൈ. ചാച്ച പറ. ചാച്ച നമ്മള് തിന്നാണ് ചാച്ച.